ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സ്വിൻഡനിൽ ഇന്ന് ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങുമെന്ന് കേട്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് 4 വർഷത്തോളം ആദ്യമായിട്ടാണ് സ്വിൻഡനിൽ ക്രിസ്മസ് മാർക്കറ്റ് കാണുന്നത്. നമ്മൾ പുറത്തെവിടെയല്ലോ, ബാത്തിലോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ്, ലണ്ടൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്വിൻഡനിൽ ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് വന്നേക്കുവാണ്. ഇവിടെ എത്തിയപ്പോൾ തോന്നിയത് എന്താണെന്നറിയാം, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണോ എന്ന്. കാരണം ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റാണ്. സ്വിൻഡനിൽ അത്രയും സ്ഥലമൊന്നുമില്ല, പക്ഷേ എല്ലാ ഷോപ്പുകളും അടച്ചു കിടക്കുമായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല മഴയും കൊടുങ്കാറ്റൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മര്യാദയ്ക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് നോക്കി വെച്ചില്ലെങ്കിൽ കാറ്റ് കൊണ്ടുപോകുന്നുള്ള രീതിക്കുള്ള കാറ്റായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, സ്റ്റാർട്ടിങ് ഡേറ്റ് ഇന്ന് ആയതുകൊണ്ടാണ്, എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. സാറ്റർഡേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 10 AM തൊട്ട് രാത്രി 8 PM വരെ എന്നാണ് സമയം പറഞ്ഞത്. ഇപ്പം നമ്മളൊരു 6 മണിയുടെ അറൗണ്ടിലാണ് എത്തിയത്. നല്ല രാത്രിയായ 6 മണിയാണെങ്കിലും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മിക്ക ഷോപ്പുകൾ, അപ്പുറത്തെ സൈഡിൽ 1-2 ഷോപ്പുകളല്ലാതെ ബാക്കി എല്ലാ ഷോപ്പുകളും തന്നെ അടഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വിട്ടു കൊടുക്കണ്ട, വന്നതല്ലേ, നല്ല മഴയുണ്ട്, അധികം തണുപ്പില്ല, എന്നാലും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഒരു കാപ്പി കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കോസ്റ്റയിലേക്ക് പോകാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വിൻഡൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇതാണ്. എനിക്ക് തോന്നുന്നത് UK മിക്ക സ്ഥലങ്ങളിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എല്ലാ ഷോപ്പുകളും അടഞ്ഞു കിടക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ കോസ്റ്റയിൽ കയറി അവരുടെ തന്നെ കപ്പിൽ ഒരു കോഫി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറയാം, അവർ 7 മിനിറ്റ്സിനുള്ളിൽ കട ക്ലോസ് ചെയ്യും, അതുകൊണ്ട് ടേക്ക് അവേ കപ്പിൽ കോഫി തന്നെ. നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. എല്ലാ സാധനങ്ങൾക്കും ഒരു ക്രിസ്മസ് വൈബായിട്ടുണ്ട്. എല്ലായിടത്തും ഒരു ക്രിസ്മസിനായിട്ട് ഫുള്ളി അങ്ങോട്ട് ഒരുങ്ങി തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ നമ്മൾ കോസ്റ്റയിലെ പരിപാടിയും ഏറെക്കുറെ മുഞ്ചി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയും തോറ്റു കൊടുക്കില്ല. അപ്പം അടുത്ത് തന്നെ നമ്മുടെ ഡിസൈനർ ഔട്ട്ലെറ്റ് ഉണ്ട്, അങ്ങോട്ട് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിസൈനർ ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വെട്ടവും ആളും അനക്കമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അധികം സൈസൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു കുറച്ച് ലെങ്ത്തിലേക്ക് മുമ്പിൽ ഒരു 5-6 കടയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. UK വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഗ്ലൂമി വെതറാണ്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ മഴയും തണുപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ വെതർ നന്നായിട്ട് എവിടെയെങ്കിലും ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ വെതർ നന്നാവുമ്പം നല്ല വെതറുള്ളപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലായിരിക്കും, വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ പന്ന വെതറൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ പന്ന വെതറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയും തോന്നുന്നു എല്ലാവരും ചെയ്യാറ്. ഇവിടെ പൊതുവെ എല്ലാവരും പറയാറുണ്ട് വെതർ നോക്കി പോകാനിരുന്ന UK ഒരു പരിപാടിയും നടക്കില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുഡ് കൊടുക്കുന്ന കണ്ടപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഓൾറെഡി ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് വന്നതുകൊണ്ട് അങ്ങനെ ഒരു അത്യാവശ്യം നിറഞ്ഞിരിക്കുക. പിന്നെ പൈസ കൊടുത്ത സാധനം വാങ്ങിച്ച് ടേസ്റ്റ് ഇല്ലയെന്ന് തോന്നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചില്ല. ഇവിടുത്തെ വെതറിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് ഹോട്ട് ചോക്ലേറ്റ്, മാഷ്മെല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ മഴയത്തൊക്കെ തണുപ്പത്തൊക്കെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ ഉഴുന്നുവടയോ നല്ല ചൂടുള്ളൊരു ചായയൊക്കെ കിട്ടിയാൽ വളരെ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ചിക്കൻ്റെ ലെഗും അതും ഇതുമൊക്കെ നമ്മൾ തിന്നുന്നത് ആ പഴംപൊരിയും ചായയൊക്കെ ഒരുപാട് മിസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നത് കൊണ്ട് ബസ്സിനായിരുന്നു കേട്ടോ വന്നത്. തിരിച്ചു പോയപ്പോൾ മഴയുണ്ടെങ്കിലും ചെറുതായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. ആ കാറ്റൊക്കെ കുറച്ച് കുറഞ്ഞ് വന്നതിനേക്കാളും വെതർ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.